എല്ലാരും എടുത്തു വെക്കേ. കഴിഞ്ഞൊരു ബുക്ക് കൊണ്ടുവന്നു പോയേ. ഫംഗ്ഷൻ എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഇനി പഠിക്കാൻ പോണത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആണേ. അപ്പൊ ഇവിടെ പറയുന്ന കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞേക്കണം. അപ്പൊ അവിടെ എത്ര ഫംഗ്ഷൻ, ഒന്നിൽ കൂടുതലോ ഉള്ള ഫംഗ്ഷൻസ് അവിടെ ഉണ്ടാവും. അതാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എടുക്കാന്ന് പറയും നമ്മൾ. അപ്പൊ നമ്മള് ലെറ്റ് എഫ് ഫ്രം, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ സെറ്റിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ. ജി എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ ആണ്. അത് ബിയിൽ നിന്ന് എങ്ങോട്ടേക്ക്, സിയിലോട്ട്. നമ്മളിത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ആദ്യം നമ്മൾ എ വരച്ച്, പിന്നെ ബി, പിന്നെ സി. അപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? എയിൽ നിന്ന് ബിയിലോട്ട് അല്ലെ. അപ്പൊ അതിന് ഞാൻ എഫ് എന്ന് എഴുതി. അടുത്ത ജിയാ, ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷൻ. ഇത് സി ആണ് എന്റെ. ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷൻ ആണ് ആര്? ജി. അപ്പോ നമ്മള് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ വൈ ആണ്. ജി കോമ്പോസിഷൻ എഫ് എന്നാണ് പറയുന്നത്. കോമ്പോസിഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ശരിക്കും എയിൽ നിന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതാ ഡൊമൈൻ? ഏതാ ഈ കോമ്പോസിഷൻ ഫംഗ്ഷന്റെ ഡൊമൈൻ? ഏതാ? റേഞ്ചാ? കോഡൊമൈൻ ഏതായിരിക്കും? സി. അപ്പൊ കോമ്പോസിഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിഷൻ എഫ് എന്നാണ്. അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? എയിൽ നിന്ന് സി. അപ്പൊ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിൽ പഠിക്കണം? എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ജി എന്ന് പറയുന്നത് ബി ടു സി ആണ്. ആൻഡ് കോമ്പോസിഷൻ ഫംഗ്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ജി കോമ്പോസിഷൻ എഫ് വിച്ച് ഈസ് ഫ്രം എ ടു സി. ഇത്രയും കാര്യങ്ങളാണ് കോമ്പോസിഷൻ ഫംഗ്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യം നോക്കാം. അപ്പൊ ഈ കോമ്പോസിഷൻ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതാം. ജി കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം. അപ്പൊ എഴുതിക്കേ. ലെറ്റ് എഫ് ഫ്രം എ ടു ബി, ലെറ്റ് എഫ് ഫ്രം എ ടു ബി, എ ടു ബി എന്നുള്ളത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ആൻഡ് ജി ഫ്രം ബി ടു സി, ആൻഡ് ജി ഫ്രം ബി ടു സി, the two functions then the composition function, then the composition of f and g, then the composition of f and g is denoted by g composition f. Then the composition functions, then the composition of f and g is denoted by g composition f is defined as g composition f is defined as the function g composition f from എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ളതാ? a to c. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എടുക്കുന്ന പറയണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഏതാ വന്നത്? ജി കോമ്പോസിഷൻ എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫ് ജി എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഫംഗ്ഷൻ തന്നെയല്ലേ? ഇത് എവിടെ നിന്നൊക്കെ എങ്ങോട്ടേക്കുള്ളതായിരിക്കും ഈ ഫംഗ്ഷൻ? എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? മനസ്സിലായോ? അപ്പൊ ഇതായിരിക്കോ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി given by ഇതേതാ? is given by ഇത് ഇവിടെ വരെ എഴുതിയാ? is given by ഇത് is equal to ഇത്. G composition f of x which is equal to g of f of x for every x is belongs to capital A.
ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഡെഫിനേഷൻ ഇത്രയും ഡെഫിനേഷൻ എങ്കിലും ജസ്റ്റ് ഒന്ന് ഏതാ ഇതാ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ. എഴുതിയില്ലേ ഇത്ര? അയച്ചോട്ടെ. അവന് എന്താണ് ഈ പറയണേന്നല്ലേ മനസ്സിലായത്? മനസ്സിലായില്ലെന്നായിരുന്നു. മനസ്സിലായി മനസ്സിലായില്ലെന്നായിരിക്കും. എക്സാമ്പിൾ ചെയ്യുമ്പോഴേ ഇത് ഒന്നും കൂടി ക്ലിയർ ആവുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുതിക്കുക ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് എഫ് ഫ്രം set 2, 3, 4, 5 2, 3, 4, 5, 9. അപ്പൊ ഇത് രണ്ടും എന്താ ശരിക്കും? സെറ്റ്. ഇതെന്ത് സെറ്റാ? എ, അത് ബി. ആൻഡ് ജി ഫ്രം 3, 4, 5, 9 to 7, 11, 15. B functions defined as f of 2 equal to 3, f of 3 equal to 4, f of 4 equal to f of 5 equal to 5, and g of 3 equal to g of 4 equal to 7, and g of 5 equal to g of 9 equal to 11. എഴുതിയാ? അപ്പൊ നമുക്ക് ഫംഗ്ഷൻ സാധാരണ തരാറുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എക്സ് പ്ലസ് 1 അങ്ങനെയൊക്കെയല്ലേ തരാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ തന്നേക്കണം? വാല്യൂ ആണ് തന്നേക്കണം. ഓരോ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം? ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാനാ. അപ്പൊ അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? എയിൽ നിന്ന് സിയിലോട്ട്. ഇവിടെ എ ഏതാ? അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ളതാണ്? എയിൽ നിന്ന് സിയിലോട്ട്. ഏതാ ഇവിടെ? അപ്പൊ 2, 3, 4, 5 നിന്ന് എങ്ങോട്ടേക്കുള്ളതാ ഫംഗ്ഷൻ? 7, 11, 15 ഫംഗ്ഷനാണ് നമ്മുടെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയണം. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേക്കണ? ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണ. അപ്പൊ അതിൽ എത്ര എലമെന്റ്സ് വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജി കോമ്പോസിഷൻ എഫിനെ നമുക്ക് വേറെ രീതിക്ക് എഴുതാലോ. എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെ? ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ഫസ്റ്റ് നമ്മൾക്ക് ഓരോ എലമെന്റിനെ അസൈൻ ചെയ്തേക്കുന്ന വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ആരെയാണ് എഴുതേണ്ടത്? ജി ഓഫ് ഇവിടെ എന്താ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 അല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ 2 കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ശരിക്കും? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അരുന്ധതി എന്നല്ലേ പേര്? മാറിപ്പോ. അരുന്ധതി പറയും ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 നമുക്ക് എങ്ങനെ എഴുതാം? അറിയില്ല? ആർക്കെങ്കിലും അറിയോ? ജി ഓഫ് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 2.
ഇനി എഫ് ഓഫ് ടു എന്താ? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ഓൾറെഡി. എന്താ എഫ് ഓഫ് ടു എന്ന് പറയുന്നത് 3 ആണ് അല്ലെ? അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താ? വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് 3. ജി ഓഫ് 3 ഓൾറെഡി തന്നിട്ടുണ്ട്. ആ അപ്പൊ നമുക്ക് ഒരു എലമെന്റിന്റെ ഇമേജ് കിട്ടി, 2ന്റെ ഇമേജ് കിട്ടി. ഇതുപോലെ നമുക്ക് എത്ര എണ്ണത്തിന്റെ കണ്ടുപിടിക്കണം? 2ന്റെ 3, 4, 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മനസ്സിലായാ? ചെയ്തു. മനസ്സിലായോ നിനക്ക്? ബാക്കി തന്നേക്കണ വാല്യൂസ് അത് ഇപ്പൊ നമ്മൾ 2ന്റെ മാത്രമല്ലേ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത എന്ത് ചെയ്യും? ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് 3 കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജി ഓഫ് എഫ് ഓഫ് 3 തന്നിട്ടുണ്ട്. കണ്ടാ 4. മൊത്തം അതായത് ഇതിന്റെ എല്ലാത്തിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതാണല്ലോ ജി ഓഫ് എഫ്. അത് മാത്രം മതി. ഇതിന്റെ ഇമേജുകളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഏതിലോട്ടൊക്കെ അസൈൻ ചെയ്തെന്നുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ സെറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് ആണെങ്കിൽ 2, 3, 4, 5. അപ്പൊ മാപ്പിംഗ് എങ്ങോട്ടാണെന്നല്ലേ നമുക്ക് അറിയേണ്ടത്. മനസ്സിലായില്ല? നീ ചോദിച്ചോ? പറഞ്ഞോ? ഡൗട്ട് ഉള്ളവർ ചോദിക്കാം, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? എയിൽ നിന്ന് സിയിലോട്ട്. അതുകൊണ്ടാണ് നമ്മൾ എയിലെ മാത്രം കണ്ടുപിടിക്കുന്നത്. എയിലെ മെമ്പേഴ്സിന്റെ ഇമേജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. മനസ്സിലായാടാ? നിനക്ക് മനസ്സിലായില്ലേ? അവനപ്പൊ തന്നെ കുനിഞ്ഞ്. മനസ്സിലായാ? എന്ത് പറ്റി? മൂഡ് ഓക്കെ അല്ലേന്ന് ചോദിച്ച ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ എനിക്ക്. കണ്ടുപിടിച്ചാ മതി. നീയല്ലേ കുറച്ചും ബേസ് സീറോ എന്ന് പറഞ്ഞ ബേസ് ഓഫ് ചെയ്യട്ടെ? കുഴപ്പമുണ്ടോ? അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എത്ര കിട്ടി? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ജി കോമ്പോസിഷൻ എഫ് ഓഫ് 5 11. വേണ്ട, അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ജസ്റ്റ് കണ്ടോ? അടുത്തത് ഫൈൻഡ് G composition F and find G composition F and F composition G if F from R to R and G from R to R. F from R to R and G from R to R is given by f of x is equal to cos x. Cos നേരത്തെ എന്താണ് കിട്ടിയത്? f of x is equal to cos x and g of x is equal to 3x square. ഇനി show that G composition F is not equal to
എഫ് കോമ്പോസിഷൻ ജി. അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചെങ്കിൽ അടുത്ത നമ്മൾക്ക് മറ്റേ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ തന്നെ തന്നേക്കണം. എന്നിട്ട് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കണം. അപ്പോ എഫ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ആറിന്ന് ആറിലോട്ട്. ജിയാ ആർ ടു ആർ. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ആർ ടു ആർ. മറ്റേത് എന്ത് ചെയ്യുന്ന എങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും? ആർ ടു ആർ എന്നുള്ളത്. പിന്നെ അവരെന്താ പറയണ? എഫ് ഓഫ് എക്സ് എന്താന്ന് പറഞ്ഞേക്കണം? കോസ് എക്സ് അല്ലെ. ജി ഓഫ് എക്സാ 3x². നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് എഴുതി. അത് നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്താ പറഞ്ഞോ? കോസ് എക്സ്. ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ജി ഓഫ് ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ആരെ എഴുതാം? കോസ് എക്സ് എഴുതാം. കോസ് എക്സ് എഴുതി. ഇനി അടുത്തതിൽ എന്താ ചെയ്യേണ്ടത് നമ്മള്? ആ ഇനി ജി ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞ എന്താ? ഓക്കെ, ജി ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞ എന്താ? 3x². അപ്പൊ ഇവിടെ ജി ഓഫ് എക്സ് എന്നല്ലേ ഇതുള്ളത്? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കണം? അപ്പൊ നിങ്ങക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എക്സ് എഴുതിക്കോ മുകളിൽ. അപ്പൊ എങ്ങനെ വരും ഇത്? 3 cos x the whole square which is equal to 3 cos square x. ഓക്കെ അല്ലേ? അടിന്തെത്തിക്ക് ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ? ഇല്ല. മനസ്സിലായ? ലാസ്റ്റ് ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ തിരിച്ച്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുമ്പോ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ജി ഓഫ് എക്സ് ആണ്, എക്സിന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എടുക്കുമ്പോൾ ഇവിടെ ഈ സാധനത്തിനെ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഓൺലൈൻ വേണമെങ്കിൽ പെൻസിൽ വെച്ച് എക്സ് എന്ന് എഴുതിക്കോ. ഇനി അടുത്തത് എഫ് ഓഫ് ജി കണ്ടുപിടിക്കണം. എഫ് ഓഫ് ജി കണ്ടുപിടിച്ചാ? എഫ് ഓഫ് ജി നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് എഴുതാം. ഇനി ജി ഓഫ് എക്സ് എന്താ? 3x² അല്ലെ. ഇനി അപ്പൊ എഫ് ഓഫ് എക്സ് പറഞ്ഞ എഫ് എന്താ? കോസ് എക്സ്. അപ്പൊ കോസ് എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 3x² കൊടുക്കാം. അപ്പൊ കോസ് 3x². രണ്ടും ഈക്വൽ ആണ്. അത് ഇപ്പൊ എഴുതുക ജി ഓഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ജി. മനസ്സിലായ? ഈ എക്സ് കൊടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അവിടെ തെറ്റിക്കാറില്ല കേട്ടോ പിള്ളേര് കൂടുതലും. മനസ്സിലായാടാ? മനസ്സിലായ? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ ഒന്നും പഠിപ്പിച്ചു? 1 1 1 2 ഇത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. ഓഫ് ആയില്ലേ? ആ ഞാൻ ഓണാണ് ആക്കിയത്. സൗണ്ട് കേട്ടായിരുന്നല്ലോ. അപ്പൊ സാൻഡി ഇത് തന്നെയാണോ? ഇനി അല്ലല്ലോ. മറ്റേ ടെക്സ്റ്റ് എടാ നിന്റെ ഇരിക്കുന്ന ആ ടെക്സ്റ്റ് ഒന്ന് തരുമോ? അതല്ല അതല്ല മറ്റേത്. ഇനി ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചെയ്യണോ ഇനി? അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇഫ് എഫ് ഫ്രം ആർ ടു ആർ, if f from R to R defined by
defined by f of x is equal to 3x square minus 5. F of x is equal to 3x square minus 5. And g from R to R, 3x square minus 5. 5. And g from R to R, by g of x is equal to g from R to R by g of x is equal to x by x square plus 1. X by x square plus 1. Plus 1 താഴെയാണ്. X square plus 1. X square കൂടെ plus 1. Then G composition F. Find G composition F. Find G composition F. നിങ്ങൾക്ക് ഈ CBSE സ്കൂളുകളിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ച അവധി കിട്ടാറില്ലേ? മഴയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിന് സ്പെഷ്യൽ വെക്കാറുണ്ടോ? ഓൺലൈൻ വെക്കണ്ട ഇപ്പോ? ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പോ? ഓൺലൈൻ അവനത് കേട്ടിട്ട് പോലും ഇല്ല. സംഭവം എന്ന് വെച്ചാൽ ചില സ്കൂളുകൾക്ക് നേരത്തെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ചെയ്തോ? കഴിഞ്ഞ നോക്കി കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞു. അവന് അവിടെ ഇരുന്നോട്ട് സുഖം ഇതൊക്കെ കിട്ടിയ സെയിം ആണ് ആൻസർ. ചെയ്ത് കഴിഞ്ഞ ആരൊക്കെ ചെയ്ത് കഴിഞ്ഞ്? എന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അഖില്, നിന്റെ പേരെന്തായിരുന്നു? അജൽ, അജിന്ത്, അചന്ത്. നീ ആ പേര് എഴുതിട്ടെന്ന് കണ്ടതേ. നിന്റെ പേരെന്തായിരുന്നടാ? ഗൗരി, അക്വൻ. എല്ലാരും വെറൈറ്റി പേരാണ്. അജിന്ത്. ഓക്കെ. ഇവന്റെ പേരെന്തായിരുന്നു? നിന്റെ ഇപ്പുറത്തിരിക്കുന്ന അബിര. അഭിജിത്ത, അബിര. ഇയാളുടെ പേരെന്തായിരുന്നു? ആർദ്ര. ആർദ്ര ഓർക്കുന്നുണ്ട്. ബാക്കിലിരിക്കണവന്റെ അമർ. അതിന്റെ അപ്പുറത്ത് ദേവൻ. കിട്ടിയാ? എല്ലാവർക്കും കിട്ടിയാ? അഭിരാമിന് കിട്ടിയോ? പേര് പഠിച്ച പിന്നെ വിളിക്കാലോ പേര്. എത്ര കിട്ടി? അതാണ് കിട്ടിയത്.
ബാക്കിയുള്ളവർക്ക് അത് തന്നെയാണ് കിട്ടിയത്. അരുന്ധതിക്ക് എന്താ കിട്ടിയ വായിച്ചേ? ആ -24 24 ആണോ കിട്ടിയത് എല്ലാവർക്കും? ആൻസർ തിരുത്താൻ പറ്റില്ല, ഞാൻ വായിച്ചിട്ട് തിരുത്താൻ മതി. നിങ്ങ എടാ ഗൗരി ഇപ്പഴേ തിരുത്തണ്ട, വായിച്ചത് ഞാൻ പറഞ്ഞിട്ട് തിരുത്താം ചെയ്തു. ആൻസർ ആൻസർ ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി. ആ 3x² - 5 / 9x⁴ - 13x² + 26 30 അല്ലേ? അതേ അല്ല കിട്ടിയേക്കണ. ഒന്നുകൂടി ചെയ്ത് നോക്കൂട്ടാ, എളുപ്പമാണ്. അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സിന്റെ സ്ഥാനത്തൊക്കെ RS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ ബോർഡിൽ എഴുതിടാം, ചെയ്യാത്തവർക്ക് ചെയ്യാവേ. എന്തായാലും ഈ ചാപ്റ്റർ തീരാറായി. ആർക്കാ കിട്ടാത്തവരൊന്നും കൈ വെക്കില്ലേ? കിട്ടാത്തവരാ? ബാക്കിയുള്ളവരും കിട്ടി, ഇയാൾക്ക് കിട്ടി. അപ്പോ G കോമ്പോസിഷൻ F is equal to G of f of x is equal to G of 3x² - 5. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് F എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? അല്ല, G എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? ഉണ്ടല്ലേ, x/x² + 1. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ആര് ഇട്ട് കൊടുക്കണം? അപ്പൊ മോളില് 3x² - 5 / 3x² - 5 the whole square + 1. ഇത് എന്ത് രീതിയിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? അതാണ്, അങ്ങനെ തന്നെയാണ് നീ ചെയ്തത്. അപ്പൊ അതിനു മുമ്പ് എന്താ കാണിച്ച? ഓ മിടുക്കി. ഡയറക്റ്റ് 3x² - 5 അല്ലേ? നീ ആരാ ചെയ്തത്? നീ എന്താ ചെയ്തത്? ഇനി ചെയ്താ കിട്ടും. എഴുതിയാ എല്ലാരും? അടുത്ത ഹെഡിങ് എടുക്കുക, ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ്. മെട്രിക്സിന് ഇൻവെർട്ടിബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെർട്ടിബിൾ മെട്രിക്സ് പഠിച്ചായിരുന്നോ? പഠിച്ചാ? ഓക്കെ. ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഫംഗ്ഷൻ ഉണ്ട് f from x to y എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ there exists a function from ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം. അതല്ല ഇൻവെർട്ടിബിൾ. അപ്പോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ there exists a function from എവിടെ നിന്ന് എങ്ങോട്ട് വേണം? തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, y to x. അത്ര ഉള്ളു ഇൻവെർട്ടിബിൾ. അപ്പൊ എഴുതിക്കോ ഡെഫിനിഷൻ. ഇതിന്റെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോ എന്ത് വരും? ജി ഓഫ് എഫ് ഓഫ് എക്സ് വരും. എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? അപ്പൊ വരച്ചു നോക്കാം. എഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ടു വൈ തിരിച്ച് എക്സ് ടു വൈ വരും. ഇത് എഫ്. ജി എന്ന് പറയുമ്പോ തിരിച്ച് ഇങ്ങോട്ടേക്ക്, ജി ഫ്രം വൈ ടു എക്സ് തന്നെ ആയിരിക്കും, തിരിച്ച് ഇങ്ങോട്ടേക്കാണ്.
ജിയോ എഫ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നോക്കിയാൽ മതി. എക്സിൽ നിന്ന് എക്സിലോട്ട് തന്നെയുള്ള ഫംഗ്ഷൻ ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫംഗ്ഷൻ. അതായത് അതിന് ആ എലിമെന്റിലോട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ എഴുതിക്കോ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഇസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടിബിൾ. എ ഫംഗ്ഷൻ എഫ് ഫ്രം, ഇപ്പൊ ചൂടെടുക്കണല്ലേടാ നിങ്ങക്ക്, എ സി ഓഫ് ചെയ്തപ്പോ അവൾക്ക് എടുക്കണില്ല, ചൂടില്ല. A function f from x to y is defined to be invertible if there exists a function g from y to x such that a function f from x to y is defined to be invertible if there exists a function g from y to x such that നമുക്കിപ്പോ ജി കോമ്പോസിഷൻ എഫ് എടുത്തപ്പോ എന്ത് തന്നെ കിട്ടിയ എക്സിന്റെ എക്സിലോട്ടുള്ളത്. സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ എക്സ് തന്നെ ആയിരിക്കും എക്സിലുള്ളത്. ഇമേജ് ഇൻ എക്സ്, ഐ എക്സ് എന്ന് പറയുന്നത് ഇമേജ് ഇൻ എക്സ് ആയിരിക്കും കേട്ടോ. ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐ എക്സ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യും, എക്സിലുള്ള എലമെന്റ് എന്ന് ഉദ്ദേശിച്ചാണ് അവര്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി എന്തായിരിക്കും വരുന്നത്? ആ, അപ്പൊ എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും? അവര് എന്റെ മുഖത്തോട്ട് നോക്കണേ ഇല്ല. വൈ ടു എക്സ് ആണോ? ഇതെങ്ങനെ വരും? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് കോമ്പോസിഷൻ ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ? അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ എങ്ങോട്ടേക്കായിരിക്കും? നമ്മൾ സാധാരണ കോമ്പോസിഷൻ ഫംഗ്ഷനിൽ എന്താ പഠിച്ചത്? ഇത് എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ, ഇത് ബിയിൽ നിന്ന് സിയിലോട്ടാണെങ്കിൽ അടുത്ത എന്തായിരിക്കും? എയിൽ നിന്ന് സിയിലോട്ട്. അപ്പൊ നമുക്ക് എക്സിന്ന് എക്സിലോട്ടാണ് ആര്? ഇത്. അപ്പൊ നോക്കിക്കേ, എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? ആരാ പറഞ്ഞു? ആരെങ്കിലും പറയാന്ന് പറഞ്ഞ് കൈവയ്ക്കുക. വൈന്ന് എങ്ങോട്ടേക്ക് തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ഇതിനെങ്ങനെ, ഇതിന് നമ്മൾ ഐ എക്സ് എന്ന് എഴുതി. അപ്പൊ ഇവിടെ എന്ത് വരും? ഐ വൈ. ഇനി അടുത്തത് എഫ് ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. എന്താ? അത് 1 1 ആയിരിക്കണം, ഓൺ 2 ആണ്. രണ്ടും ആയ ഫംഗ്ഷൻസ് മാത്രമേ എന്താവുള്ളൂ? ഇൻവെർട്ടിബിൾ ആവുള്ളൂ. അപ്പൊ എനിക്ക് ഇഫ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ, then ഇത് എഴുതിക്കോ, ഇത് എഴുതിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇഫ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ then f must be 1 1 and on 2. f must be 1 1 and on 2. കോൺവേഴ്സ്ലി തിരിച്ചും പറയാം, ഒരു 1 1 ഉം ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരിക്കുള്ളൂ? ഇൻവെർട്ടിബിൾ ആയിരിക്കും. കോൺവേഴ്സ്ലി if f is 1 1 and on 2, conversely if f is 1 1 and on 2, then f must be invertible. അപ്പൊ ഈ ഇൻവേഴ്സ് എഫിന്റെ ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഇൻവേർട്ടിബിൾ എഫിന്റെ ഇൻവേഴ്സ് നമ്മൾ പറയുന്നത് എന്താ? എഫ് ഇൻവേഴ്സ്. ജിയുടെ ഇൻവേഴ്സിനാ ജി ഇൻവേഴ്സ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. That f from n to y n to capital N to y ഒരു സെറ്റ് be a function defined as
be a function defined as f of x is equal to 4x plus 3. Where capital Y equal to 4x plus 3. Where capital Y equal to y എന്ന് പറഞ്ഞ സെറ്റ് ആണ് പറഞ്ഞേക്കാം. Set of all small y belongs to n such that y equal to 4x plus 3. For some അത്ര എഴുതിയാ. സോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ. അപ്പൊ എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞോ. അതിന് മുമ്പ് നമ്മളൊരു സെന്റൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. എഫ് ഇൻവേർട്ടിബിൾ ആണ് 1 1 1 2 ആണെന്ന് കാണിച്ചാൽ പോരെ? അതല്ല നമ്മൾ പറഞ്ഞത്. എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ 1 1 1 2 ആയിരിക്കും. അപ്പൊ നമ്മളോട് കാണിക്കേണ്ടത് ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ, ഫൈൻഡ് ദ ഇൻവേഴ്സ്. എഫ് ഇൻവേർട്ടിബിൾ ആണെന്നും കാണിക്കണം, ഇൻവേഴ്സും കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പം. ആദ്യം എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കും, 1 1 1 2 ആണെന്ന് കാണിക്കും. 1 1 ആണെന്ന് കാണിക്കാൻ എളുപ്പമല്ലേ? വൺ ആണെന്ന് എങ്ങനെയാ കാണിക്കണ അഭിര? എടാ നീ ഇതിനാണ് അവനെ വിളിക്കുമ്പോ ചിരിക്കണം. അവനൊരു അവസരം ഒരുക്കി കൊടുക്കണല്ലേ ആൻസർ പറയാ. എഫ് 1 1 ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. പറ. x1 x2 കാണിച്ചിട്ട് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതുക. എന്നിട്ട് എന്താ പ്രൂവ് ചെയ്യണം? അല്ല, എന്താ ലാസ്റ്റ് എന്താ പ്രൂവ് ചെയ്യണ്ട? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് അസ്യൂം ചെയ്ത് എന്നിട്ട് എങ്ങോട്ടേക്ക് എത്തേണ്ടത്? x1 ഈക്വൽ ടു x. അത് ആദ്യം ചെയ്യും. ഓൺ2 ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കുക. ആ എക്സിൽ ഡൊമൈൻ ഉണ്ടാന്ന് നോക്കുക. നിങ്ങക്ക് പ്രിസത്തിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യിച്ചായിരുന്ന ക്ലാസ്സിൽ? അവിടെ ഓൺലൈൻ എടുത്താ അത് ഈ പ്രിസത്തിന്റെ ഫിസിക്സ്? ഇതിന്റെ പേരെന്തായിരുന്നു ഈ സാധനത്തിന്റെ? കോണിക്കൽ ഫ്ലക്സ് അല്ലല്ലോ. ഏത്? ഇത് ബ്യൂററ്റ്. ഇതെന്തായിരുന്നു? ബീക്കർ ഇതല്ലേ? അതില് മാർക്കിംഗ് ഒന്നും ഇല്ലല്ലോ അതിന്. ഇതെന്ത് സാധനം? ഭരണിയാ? ഇതെന്താ പിപ്പറ്റാ? ഓർക്കണില്ല എനിക്ക്. ചെയ്ത മൺമണ്ണാന്ന് കാണിച്ചാ. ഇനി ഓൺ2 ആണെന്ന് കാണിക്ക്. ഓൺ2 ആണെങ്കിൽ y ഈക്വൽ ടു ഇത് എഴുതിയിട്ട് ഇതിന്റെ എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? y മൈനസ് ഇതാണോ കിട്ടിയ? ഇത് ഇതിന്റെ എലമെന്റ്സ് നാച്ചുറൽ നമ്പറിലുള്ളതാണോ? അല്ലേ? ഓക്കെ അക്ക, ഒരു മിനിറ്റ്. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ അതുണ്ടോ കോമ്പോസിഷൻ?
ഇത് ഓൺ ടു അല്ലേ? വൈ ഇല്ല എന്തായിരിക്കും വരുന്നത്? വൈ എന്ന് പറയുന്ന സെറ്റ് എന്താ ഡിഫൈൻ ചെയ്തേക്കണ? വൈ ഈക്വൽ ടു എന്താ? 4x+3. അപ്പൊ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുക, അത് മാത്രമേ വൈ വരുള്ളൂ. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോ എന്ത് വരും? 4 × 1 + 3 7. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് എന്തായി മാറും? ആ ഒരു വാല്യൂ അനുസരിച്ച് പോകുള്ളൂ കേട്ടോ. എക്സ് എവിടെ? എക്സ് ഈ ഒരു എക്സ് നാച്ചുറൽ നമ്പറിൽ ഉണ്ടാന്ന് നോക്കിയാൽ മതി. പിന്നെ വൈയുടെ വാല്യൂ കൊടുക്കുന്നത് ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും? എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത വൈയുടെ വാല്യൂ കൊടുക്കുള്ളൂ. ഇനി അടുത്തത് ജി കോമ്പോസിഷൻ എഫ് ഒന്ന് കണ്ടുപിടിച്ചേ. നിക്കട്ടാ ഒരു മിനിറ്റ്, ഇവരെന്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ലെന്ന് തോന്നണേ. എഫ് ഈസ് ഇൻവെർട്ടിബിൾ ദെൻ എഫ് ഈസ് അപ്പൊ എഫ് ഫ്രം എവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതാ? എക്സിന്ന് വൈയിലോട്ട്. അപ്പൊ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ജി എന്ന് പേര് വിളിക്കാം. ജി എവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതായിരിക്കും? വൈ ടു എക്സ്. അപ്പൊ ജി ഓഫ് വൈന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ജി ഓഫ് വൈ എന്ന് എഴുതാം. ജി ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? അല്ല, ജി ഓഫ് വൈ എന്ന് പറയുന്നത് ഈ ഒരു ടേംസിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞേ, ഈ രീതിയിൽ ഫംഗ്ഷൻ ആക്കി. ഏതാ? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു ആരാ പറയണേ നോക്കട്ടെ. 4 - 3 ആണോ? ജി ഓഫ് വൈ ഇതിൽ തന്നെ ബോർഡിൽ തന്നെ ഉണ്ട്. y - 3/4. അപ്പൊ ഇതാണ് എന്ത്? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ. ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു y - 3. വൈ ഒന്നുകൂടി പറയാം. എഫ് ഫ്രം എക്സ് ടു വൈ. ഈ ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ എഴുതിയത്? 4x+3. ഇതിൽ നമുക്കൊരു ഫംഗ്ഷൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. y = 4x+3 ആണ് ഫംഗ്ഷൻ എങ്കിൽ ഇതിന് ഇൻവേഴ്സ് കാണുമ്പോൾ എന്താകണം? x = കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇവിടെ y = എന്നാണ് വന്നത്. ഇതിന്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? x = എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ x = എന്ന് കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടിയത് നമുക്ക് ആൻസർ? ഇതല്ലേ കിട്ടിയത്? ഇതാണ് ആ ഫംഗ്ഷന്റെ എന്ത്? ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് കോമ്പോസിഷൻ ഫംഗ്ഷൻ കൂടി കണ്ടുപിടിക്കുക. അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ജി ഓഫ് എഫ് ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിച്ചേ. ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതുപോലെ തന്നെ എഫ് ഓഫ് ജി ഓഫ് വൈയും കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു തന്നിട്ടില്ലേ? എന്താ തന്നേക്കണ? 4x+3. വൈയുടെ സ്ഥാനത്തോട് ഇട്ട് കൊടുക്കാം. എന്താ? ഈക്വൽ ടു എക്സ് കിട്ടിയാ? കിട്ടാത്തവരൊന്ന് വൈ വെക്കിക്ക്. കിട്ടാത്തവരാ മിടുക്കന്മാര്. ഗൗരിക്ക് കിട്ടൂല. ഗൗരി ആലോചിച്ച് ചെയ്യുള്ളൂ. എക്സ് കിട്ടിയ എത്ര പേരുണ്ട്? കിട്ടിയില്ലേ? ഇതെങ്ങനെ ചെയ്യണേ? ജി ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെ ചെയ്യണത് പറഞ്ഞേ അമർ. എക്സ് ആണ് എനിക്ക് കിട്ടിയത്. നീ എങ്ങനെ ചെയ്തേന്ന് പറ. ജി എന്താണ് ഇവിടെ? ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണ് അല്ലെ? y - 3/4. എഫ് ഓഫ് എക്സ് എന്താ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. എന്താ? 4x+3. അപ്പൊ ഇതിനെ കൊണ്ട് എവിടെ ഇട്ട് കൊടുക്കണം? ഈ 4x+3 ഈ വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കണം.
മനസ്സിലായ? അപ്പൊ എങ്ങനെ വരും? 4x+3 - 3/4 അല്ലെ? അപ്പൊ ഒലക്കിങ് എടുത്തടാ. എടാ അങ്ങനെയല്ലേ നമ്മൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചത്? കോമ്പോസിഷൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ ഫംഗ്ഷന്റെ ആ എക്സിന്റെ സ്ഥാനത്ത് ഈ ഉള്ളിൽ കിടക്കുന്ന സാധനം കൊണ്ടിട്ട് കൊടുക്കണം. അത് രണ്ടു മൂന്ന് ദിവസം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പൊ ഈ 3 കട്ടായി പോയി, എക്സ് ആണ് കിട്ടിയത്. ഇനി ഇതാ വൈ ആണോ? നോക്ക്, ചെയ്ത് നോക്ക്. ഇനി കോമ്പോസിഷന്റെ ഡെഫിനേഷൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കേ. അല്ല, കോമ്പോസിഷൻ അല്ല, ഇൻവെർട്ടിബിളിന്റെ ഡെഫിനേഷൻ എടുത്ത് വെച്ചോളൂ. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, g ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടണം? g ഓഫ് എഫ് എന്ന് പറയുന്നത് ix കിട്ടണം. നമ്മൾ g ഓഫ് എഫ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് എന്നല്ലേ കിട്ടിയത്. അതുപോലെ തന്നെ എഫ് ഓഫ് ജി എന്ന് പറയുന്നത് എന്താ കിട്ടണം? iy കിട്ടണം, അതായത് y കിട്ടണം. നമ്മളപ്പോ കോമ്പോസിഷൻ എടുത്തപ്പോ നമുക്ക് അത് തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്. ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എഫിന്റെ ഇൻവേഴ്സ് എന്താ? y - 3/4 കേട്ടോ. ഓൺടുവിന്റെ ഇൻവെർട്ടർ കണ്ടുപിടിക്കാൻ ജസ്റ്റ് അത് ഈക്വൽ ടു y കൊടുക്കുക. ചിലപ്പോ ഈ സാധനം ഇത് മാറാട്ടോ, 4x+3 അല്ലേ, ചിലപ്പോ അത് 5z+2 അങ്ങനെ എന്തെങ്കിലും ആ വേരിയബിളിനെ മാറ്റിയിട്ട് അപ്പുറത്തോട്ട് എടുക്കാം. ഇത് y. അപ്പൊ നമുക്ക് g കോമ്പോസിഷൻ f(ix) കിട്ടി, f കോമ്പോസിഷൻ g iy കിട്ടി. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? ഇൻവെർട്ടിബിൾ ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അയ്യടാ, സമയം എത്ര ഇപ്പൊ? ഇന്ന് പഠിപ്പിച്ച് ഒന്ന് നോക്കിക്കേ. ഇനി ഞാൻ ബോഡി വിളിച്ച് ചെയ്യിക്കാം കുറച്ചു നേരം. ഇന്ന് പഠിപ്പിച്ച് മാത്രം. ഇന്ന് പഠിപ്പിച്ച് എളുപ്പമല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കേ. വെറുതെ ഇൻവേഴ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ചെയ്യാല്ല, പേടിക്കണ്ട, പോയി ചെയ്തു. മിണ്ടത് എന്താണ്? എന്തിന്റെ ഇൻവേഴ്സാ കണ്ടുപിടിക്കണം? അതിൽ എഴുത്തുണ്ട് എഫിന്റെ ഇൻവേഴ്സ്. എഫിന്റെ ഇൻവേഴ്സ് ആണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. പേടിക്കണ്ടവാ, അതൊന്ന് ചെയ്തു നോക്ക്. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഇപ്പൊ y = x3 + 5 അല്ലേ, x = ആക്കി കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. y = എന്താണിത്?
എക്സ് റേസ് ടു 3. വേണ്ട വേണ്ട, ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. y ഈക്വൽ ടു എന്താ, എക്സ് റേസ് ടു 3 + 5. ഇനി നമ്മൾ എന്താക്കണം? ഇൻവേഴ്സ് കാണാനാണെങ്കിൽ എക്സ് ഈക്വൽ ടു ആക്കി കണ്ടുപിടിക്കണം. ശരിയാണ്. അത് ആൻസർ കണ്ടുപിടിക്കട്ടെ, എന്നൊക്കെ ഓപ്ഷനിലോട്ട് നോക്കാം. ക്യൂബിന് അപ്പുറത്തോട്ട് എടുക്കുമ്പോ എന്താവും? സ്ക്വയറിന് അപ്പുറത്തോട്ട് എടുക്കുമ്പോ എന്താവും? 1/2 ആകും അല്ലെ? അപ്പൊ ക്യൂബിന് അപ്പുറത്തോട്ട് എടുക്കുമ്പോ ഹോൾ റേസ് ടു 1/3. പക്ഷെ നോക്കിക്കേ, ഓക്കെ, ഇത്രേ ഉള്ളൂ ആൻസർ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് ചെയ്ത്. ഇതാണ് ആൻസർ. പക്ഷെ നമ്മളുടെ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ടൈമിലാണ് തന്നേക്കണ? ഇൻ ദ ടേംസ് ഓഫ് എക്സിലായിട്ട് തന്നേക്കണം. അപ്പൊ ഈ ആൻസറിനെ നമ്മൾ എന്തിന്റെ ടൈമിലോട്ട് ആക്കി മാറ്റണം? എക്സിന്റെ ടൈമിലോട്ട് ആക്കി മാറ്റണം. അപ്പൊ എന്ത് വരും? ആ ഓപ്ഷനിൽ ഏത് വരും? ഏത് ഓപ്ഷനാ വന്നത്? സെക്കൻഡ്. ഓക്കെ, മനസ്സിലായ? ഇനി നീ എന്റെ മുഖത്തോട്ട് നോക്കൂല. ആൻസർ ബി. ക്വസ്റ്റൻ ആയിരിക്കും കേട്ടോ, ജസ്റ്റ്. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഇങ്ങനെ ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇവിടം വരെ അതിന്റെ ടെൻസിൽ തന്നെ ഇരിക്കോ, പ്രശ്നമില്ല. ഓപ്ഷനിൽ അത് ഉള്ളതുകൊണ്ടിട്ടാണ്. ഇനി ഈ എക്സിന്റെ ടൈമിലാണെങ്കിൽ നിങ്ങൾ ആ ടൈമിലോട്ട് ഇരിക്കും. ഇവിടെ ഏതാ എഫ് ഇൻവേഴ്സ് എക്സിന്റെ ടൈം, അതിലോട്ട് മാറ്റിയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സിൽ മാത്സ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? മാത്സ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ ക്ലാസ്സിൽ? എന്താ? അല്ലാണ്ട് ചോദിക്കില്ലല്ലേ? ചോദിക്കുമ്പോ അപ്പൊ ടെൻഷനാണ് ആവണത്. ആണോ? ആണോ? മാത്സ് ടീച്ചർമാരെല്ലാരും അങ്ങനെ തന്നെ. ചിരിക്കാറുണ്ടോ മിസ്? ചിരിക്കൂല? നിങ്ങളുടെ ടീച്ചറിന്റെ പേരെന്താ? ബീനാന്നല്ലോ? ബീന എന്നാണോ പേര്? എന്റെ ടീച്ചറും ബീന എന്നായിരുന്നു. ഇനി അത് തന്നെയായിരുന്നു. കെവിയിലല്ലോ? അല്ല, ചിലപ്പോ ഇവരിങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് മാറുമല്ലോ. എയ്ഡഡ്. ഈ മിസ് ഭയങ്കര ജീനിയസ്. ചിലപ്പോ കെവിയിൽ എക്സാം ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും. ഒരു ഉണ്ട പോലത്തെ മിസ്സാണോ? കുഴപ്പമില്ല. ആ മിസ് ഇരിക്കാറുണ്ടാടാ? ബീനാന്ന് പറഞ്ഞ മിസ്. ചിരിക്കാറുണ്ടോ? എന്താണ്, ചില ടീച്ചേഴ്സ് ചിരിക്കൂല, ഭയങ്കര ഗൗരവമായിരിക്കും മുഖത്ത്, പ്രത്യേകിച്ച് മാത്സ് ടീച്ചർമാര്. നിന്നെയൊക്കെ ചിരിക്കാറുണ്ടോ? അതെന്താ? ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. That f from R to R is given by
ഈ സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്കാർ ആരൊക്കെ ഇവിടെ ഇവിടെ വന്നിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്? നിനക്കാ? നിനക്ക് പേടിയാ? ഏ എല്ലാത്തിനും പേടിയാന്നാ? എഴുതിക്കില്ല. F from R to R, f of x is equal to f from R to R f of x is equal to 3 minus x raised to 3 whole raised to 1 by 3. Then find f composition f of x. എന്താ ഒരു എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? പറഞ്ഞോ. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാ ഇതിനാ? എഫ് ഓഫ് എക്സ്. ഇത് ചെയ്യാലോ. സമയം എത്രയും 6:05. സിംപ്ലിഫൈ ചെയ്യും മാക്സിമം. ആദ്യം ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ടേംസ് ഒക്കെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ 1/3 റൂട്ട് എടുത്താൽ മതി. ഇങ്ങനെയാണോ നിങ്ങക്ക് വന്നത്? 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/3 3 പിന്നെ ഹോൾ റേസ് ടു 1/3. എന്തോ തുറന്നു വരണം അകത്തുനിന്ന്. ക്യൂബിക് റൂട്ട്. ഈ 1/3 ഹോൾ റേസ് ടു 3 വരുമ്പോ എന്താവും? 1 ആയി മാറും. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആക്കാമല്ലോ. ഈ 1/3 ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/3 ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് ഈക്വൽ ടു 3/3 ഇറ്റ് ഇസ് ഈക്വൽ ടു 1 വരും. ഇനി ചെയ്യാലോ നിങ്ങക്ക്. 3 മൈനസ് അപ്പോ 3 മൈനസ് എക്സ് ഇങ്ങനെയാവും അല്ലെ? ഇങ്ങനെയാണോ വന്നത്? ഒരു 1/3 ഇത് ഇത് ഓൾ ഇത് കിടന്നുകൊണ്ടിട്ട് അത് ക്യാൻസൽ ആയിപ്പോ. ഇത് ഇവിടെ മാത്രമല്ലേ വന്നത്? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിനുള്ളിലത്തെ ഇതിപ്പോ മൊത്തത്തിൽ ഔട്ട് സൈഡ് അല്ലേ കിടക്കണം 1/3. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ഓപ്പൺ ചെയ്യും. 3 മൈനസ് 3 എന്താ നിനക്ക് പ്ലസ് -3 ആണ് -x ആണ് എന്താ കിട്ടിയ? കിട്ടിയാ പറഞ്ഞ എന്താ കിട്ടിയ? എന്താ
ഏ കിട്ടിയാ എക്സ് കിട്ടിയാ? ആ ഏതാ? ആ ഉള്ളതാ. പക്ഷെ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടടാ. ഇത് മൊത്തത്തിലാ 1/3 ഉണ്ടാ, എല്ലാത്തിനും ഉണ്ട്. അപ്പൊ 1/3 അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ചെയ്തിട്ട് വേണം ഈ 1/3 എടുക്കാൻ കേട്ടോ, ബ്രാക്കറ്റ് ഇല്ലാത്തോണ്ട്. ഇനി അടുത്തത് അഭിറാം, എഫ് ഇൻവേഴ്സിന്റെ ഹോൾ ഇൻവേഴ്സ് എന്താ വന്ന? എന്താ? ആ എഫ് ഇൻവേഴ്സിന്റെ പിന്നെ ഇൻവേഴ്സ് എടുക്കുമ്പോ എന്ത് കിട്ടും? അത് എങ്ങോട്ടേക്ക്? എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? പറഞ്ഞോ, വേറെ ആരും പറയണ്ട, അവൻ പറയട്ടെ, നിന്നോട് ഞാൻ വേറെ ചോദിക്കാം. വൈ ടു എക്സ്. അപ്പൊ എഫ് ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? എങ്ങോട്ടേക്ക്? ഇതിനെ തിരിച്ച് എഫ് ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ്. ബയോളജി ട്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ? ബയോളജി എത്ര പേരുണ്ട് ബയോളജി ഇവിടെ? 2 പേരുണ്ടല്ലേ. ബാക്കി എല്ലാരും കമ്പ്യൂട്ടറോ? ട്യൂഷൻ നീ മാത്രമല്ലോ? ഞാൻ തന്നെ പഠിക്കാന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാവരും കമ്പ്യൂട്ടർ സയൻസാ? ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണോ? ബയോമാക്സ്? അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കേ. നീയൊക്കെ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ അവിടെ കഥ പറയും. അതിന് നിനക്ക് പ്രോബ്ലം ചെയ്യിക്കണം. കൺസിഡർ ഇത് ചെയ്യുമ്പോ പോകാനുള്ള സമയം. എഫ് ഫ്രം കൺസിഡർ എഫ് ഫ്രം 1 2 3 എഫ് ഫ്രം 1 2 3 to A, B, C is given by f of 1 equal to A, f of 2 equal to B, f of 3 equal to C. Find F inverse and show that F inverse of inverse is equal to F. എന്നാ പിന്നെ അങ്ങനെ പറയൂലല്ലോ. അത് നിങ്ങൾ ഇത് ചെയ്താൽ മതി. എഫ് ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എടുത്തിട്ട് അത് ഓരോ എലമെന്റ് ഇട്ട് കൊടുക്കുമ്പോ എഫിലുള്ള എലമെന്റ്സ് കിട്ടണമെന്ന് കാണിച്ചാൽ മതി. എഫ് ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? അപ്പൊ ആ എലമെന്റ്സ് ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് എഫിലെ എലമെന്റ്സ് തന്നെ കിട്ടും എന്ന് കാണിച്ചാൽ മതി.
അത് നിങ്ങൾ എഫ് ഇൻവേഴ്സ് വരെ കണ്ടുപിടിക്കും. ഏത് നിങ്ങൾ ആദ്യം ഇവിടെ വരെ ചെയ്യും, ഫൈൻഡ് എഫ് ഇൻവേഴ്സ് വരെ ചെയ്യും. എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാ? ആ, അപ്പൊ എന്ത് ചെയ്യണം? എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു, ആ അങ്ങനെ എഴുതണം. എഫ് ഇൻവേഴ്സ് ഓഫ് എ, ആ അങ്ങനെ. എന്തോ വേണ്ട വേണ്ട. എടാ അവിടെ സ്മോൾ ലെറ്റർ ആകുമ്പോ ഇവിടെ സ്മോൾ ലെറ്റർ വേണ്ടേ? ഇവിടെ ക്യാപിറ്റൽ ആണല്ലോ നീ എഫും ക്യാപിറ്റൽ ആക്കിയല്ല, എന്താ? അല്ലടാ, ഇത് സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിക്കണം കേട്ടോ ഇവിടെ. ഈ എലമെന്റ്സും അതെങ്ങനെ 1 2 3 കിട്ടി? അത് ഇത് നീ എ എന്ന് പറഞ്ഞ എലമെന്റ് ആണ് എടുത്തത്. ഇത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് അങ്ങനെയാണോ? എഫ് ഓഫ് 1 എന്താ? എ. തിരിച്ച് നമുക്ക് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? തിരിച്ചുള്ള മാപ്പിങ്. അപ്പൊ 1 എയിലോട്ടാ മാപ്പ് ചെയ്യണമെങ്കിൽ തിരിച്ചെങ്ങോട്ടേക്കായിരിക്കും മാപ്പ് ചെയ്യണം? ആ, അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. കിട്ടാത്തവരാരൊക്കെ കിട്ടിയാ? എവിടെ കാണിച്ച്? ഇതെന്താ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എഴുതണം കേട്ടോ. ആ ആ ഓക്കെ. ആ ഇതന്നെയാണ് എഴുതിയേക്കണത്. നീ ഇത് എഫ് ആണോ 7 ആണോടാ? അതല്ലടാ ഇവന്റെ, അത് എഫ് ആണോ? അങ്ങനെ എഴുതാം എഫ്. ഓ എന്റെ അമ്മേ, എനിക്ക് മനസ്സിലായില്ലടാ അത് കണ്ടിട്ട്. ആ ഞാൻ വെച്ചിന് എഫിന് തിരിച്ചെഴുതായിരിക്കും അവൻ. നിങ്ങള് കൺഫ്യൂഷൻ എല്ലാവരും ഒന്ന് വരച്ചു നോക്കിക്കേ. 1ഉം 2ഉം 3യും എ ബി സി. 1ന്ന് എയിലോട്ട്, 2ന്ന് ബിയിലോട്ട്, 3ന്ന് സിയിലോട്ട്. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഇത് എക്സ് ടു വൈ ആണെങ്കിൽ വൈന്ന് എക്സിലോട്ടുള്ളത്. അപ്പൊ എ എന്തിലോട്ടാ മാപ്പ് ചെയ്തേക്കണം? 1. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 1. എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു 2. അങ്ങനെ എഫ് ഇൻവേഴ്സ് ഓഫ് 3 ഈക്വൽ ടു സി ഈക്വൽ ടു 3. വേണ്ടെന്ന് കാണും. എ സി വേണ്ടേന്ന് വെച്ചു. ആ ഇനി ഇതിന്റെ ഇൻവേഴ്സ് എടുക്കണം. ആ അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് വൈയിലോട്ടുള്ളത്. അല്ല സോറി, എഫ് എന്ന് പറയുന്നത് എക്സ് എന്ന് വൈയിലോട്ട്. എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? വൈന്ന് എക്സിലോട്ട്. എഫ് ഇൻവേഴ്സ് ഇത് ഹോൾ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? എക്സ് ടു വൈ. അപ്പൊ എക്സിൽ, അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ് എന്ത് വരും? 1 വരും ഫസ്റ്റ്. ആ ബ്രാക്കറ്റ് വേണം കേട്ടോ, ഇവിടെ ഒരു ബ്രാക്കറ്റ് വേണേ. എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് 1 എവിടെ എന്ത് വരും? എ.
ഇതിപ്പോ നീ രണ്ടാമത് എഴുതിയതാ. അപ്പൊ ഇവിടെ എഴുതണ്ടേടാ ഇത്. എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് എ അല്ലല്ല, എ ആണ് അവനെ ഇതിന്റെ. ആ ആ ഇത് എനിക്ക് ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് എഴുതി വിടാം. അത് കാണിച്ചു. എഫ് ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് 1 ഞാൻ എഴുതിപ്പോ എ ഇത് നോക്ക് എവിടെ. ആ അടിയിലുണ്ടാ ഈ സ്മോൾ ലെറ്റർ എഫ് ആക്കെ. ആ ബി. ആ ആ കഴിഞ്ഞു. ടെക്സ്റ്റിലെ കഴിഞ്ഞു. മിസ്ലേനിയസും കൂടി നോക്കണം. അടുത്തത് ഏതാ എടുക്കണ്ട? ഇത്ര ഉള്ളൂട്ടെ ഈ ചാപ്റ്റർ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന്റെ ആൻസർ എന്താണ്? ആ ലാസ്റ്റ് എഴുതി വെച്ച എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ്. അടുത്ത നിങ്ങക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിപ്പിച്ചായിരുന്ന ക്ലാസ്സിൽ? ഇനി വെക്ടേഴ്സ് എടുക്കാം. അമ്മമാർക്ക് വെക്ടേഴ്സ് വേണം. നിനക്കത് കഴിഞ്ഞ ഇൻവേഴ്സ് ട്രിഗണോമെട്രി? അപ്പൊ ഇതാ വെക്ടർ ഒക്കെ കഴിഞ്ഞ. വെക്ടേഴ്സ് ഏതാ സെക്കൻഡ് പാർട്ടിൽ നടക്കണം? സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ചാപ്റ്ററാ? ആ നോക്കട്ടെ. എന്തായാലും നിങ്ങള് ബുക്ക് രണ്ടും കൊണ്ടുവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കേട്ടോ. നിങ്ങക്ക് സെക്കൻഡ് എഡിഷനും കൂടി കൊണ്ടുവരാൻ പറഞ്ഞ ടെക്സ്റ്റ്. നിങ്ങക്ക് എന്തോരേ? നീ ഇവന്റെ ക്ലാസ്സിലല്ലേ? അമറിന് എന്തോരേ ക്ലാസ്സില്? ഡിറ്റർമിനൻസ് എടുത്തില്ല. അടുത്ത ക്ലാസ്സിൽ എക്സാമിന് മെട്രിക്സും ഡിറ്റർമിനൻസും പഠിക്കാത്തവരാരൊക്കെ ഇവിടെ എടുത്തപ്പോ ഉണ്ടാകാത്തവര്? നീ ഉണ്ടാവില്ല. 3 പേരല്ലേ? അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് പറയാട്ടെ ചോദിച്ചിട്ട് മാമിന്റെ അടുത്ത്. കോച്ചിങ് സൺഡേസില് എത്ര മണി തുടങ്ങിയിട്ട് എത്ര മണി വരെ? രാവിലെ വരാനാണോ പറഞ്ഞെങ്കിൽ അടുത്ത എക്സാം ചെയ്താ? ഓക്കെ, നിക്ക് ഇത് ഞാൻ നോക്കട്ടെ. അത് പറയാട്ടാ. എല്ലാ കോച്ചിങ്ങിന് പോണ ആൾക്കാർ ആരൊക്കെ ഉണ്ടല്ലേ? കോച്ചിങ്ങിന് പോണ ആരൊക്കെയാ? ഒരാൾ മാത്രമേ ഉള്ളൂ? നീ നിർത്തിയാ? പൈസ കൊടുത്തായിരുന്ന? ഉറങ്ങാനാ പൈസ കൊടുത്തത്? ആണോ? എവിടെ നിങ്ങൾ പോണ കോച്ചിന്? ബ്രില്യൻസ്. തേവറ? നീയോ? IMS. ഞങ്ങള് പറയുമ്പോ വേറെ എന്തെങ്കിലും. ആ ടെക്സ്റ്റ്. രാവിലെ പോകല്ലേ? എടുത്തു വെച്ചോ. പോകല്ലേട്ടാ. എടാ റെഡിങ് ഉണ്ടാടാ ആരുടെയും കയ്യില്? റെഡിങ് പെൻ? സ്പൈറൽ ബൈൻഡാ? ആ ഇത് ആരുടെ ബുക്കാ? 1 ആണെന്ന്. ഓക്കെ, ഇതെന്താണ് നിനക്ക് കിട്ടാഞ്ഞ? അതെങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെ എഴുതണ്ട? ആ ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ അല്ലേ ചെയ്യണം? എന്താ ചെയ്യാ? ആ